അവന്റെ കല്യാണം നടക്കാൻ പോവാണെന്ന് പബ്ലിക് അറിഞ്ഞ എവിടെന്നൊക്കെയാ പരാതിയായിട്ട് പെണ്ണുങ്ങൾ വരാൻ പോകുന്നേന്നറിയില്ല. ചേച്ചി എങ്ങനെയാ കല്യാണം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മുടെ കുന്നത്തുകാവ് അമ്പലത്തിൽ വെച്ച് താലികെട്ട്. കർമ്മി അവിടുത്തെ ശാന്തി തന്നെ, അതുപോരെ? അത് ധാരാളം ചേച്ചി. അത്രയൊക്കെ മതിയെന്നാ എന്റെ അഭിപ്രായം. അപ്പൊ അച്ഛനെ പോലെ ഇത്രയും വലിയൊരു രാഷ്ട്രീയ നേതാവും ഒരു പാവം പെണ്ണിന്റെ ജീവിതം തകർക്കാൻ കൂട്ടു നിൽക്കുകയാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പെണ്ണും പെണ്ണിന്റെ രക്ഷാകർത്താക്കളും ചെറുക്കന്റെ അമ്മയും ഈ കല്യാണം നടത്താൻ തയ്യാറായി. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? അവനൊരു അവസരം കൂടെ കൊടുക്കാം. നന്നാവുമെങ്കിൽ നന്നാവട്ടെ. പ്രതാപ, ഞാനപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. നടക്കട്ടെ ചേച്ചി. ശരി. നീ വെറുതെ ധാർമ്മിക രോഷം കൊണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് അവരുടെ കാര്യമാണ്. അത് അതുപോലെ നടക്കട്ടെ. കല്യാണം നിങ്ങൾ നടത്തുവല്ലേ? പിന്നെ ജോത്സ്യരെ വിളിച്ചു വരുത്തി തീയതി കുറിപ്പിച്ചത് കല്യാണം നടത്താനല്ലാതെ മറ്റെന്തിനാ? ഇന്നാ ഈ കല്യാണം നടക്കില്ല, ഞാൻ നടത്തില്ല. ഓഹോ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവള് പാവപ്പെട്ട പെൺകുട്ടിയാണെന്ന് നിന്നോടാര് പറഞ്ഞു? അതെ, എന്റെ മകന്റെ കല്യാണം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലേ അത് ഞാൻ നടത്തുക തന്നെ ചെയ്യും. നടക്കില്ല. ഇനി അഥവാ ആ കല്യാണം നടന്ന അവനും നിങ്ങളും ആ കുട്ടിയും മറ്റെങ്ങോട്ടെങ്കിലും പോണം. ഇങ്ങോട്ട് വരരുത്. ഇത് എന്റെ വീടാ. എടീ, പ്രതാപൻ ഏത് വീട്ടിൽ താമസിക്കുന്നോ അത് എന്റെയും കൂടി വീടാ. നീ പോയി നിന്റെ കാര്യം നോക്കടി. നോക്ക്, താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഈ വിഷയം അങ്ങ് വിട്ടുകള. അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല രാജു. ഒരു പെൺകുട്ടിയുടെ ലൈഫല്ലേ സ്പോയിൽ ആവുന്ന. അത് പല പ്രാവശ്യം പറഞ്ഞിട്ടും ആ അമ്മയ്ക്കും മകൾക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? രാജു, അവര് പാവങ്ങളായതുകൊണ്ടും ഇവനെ അവർക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടുമല്ലേ അവരെ ആപത്തിൽ ചെന്ന് ചാടാൻ പോകുന്നത്? അതിനല്ല ഋതു മലയാള ഭാഷയിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് കേട്ടില്ലെങ്കില് അവളുടെ വിധിയാണെന്ന് അങ്ങ് കരുതിയാ മതി. രാജുവാ, നമുക്ക് ഒന്നുകൂടി ആ കുട്ടിയോട് സംസാരിക്കാം. വാ. കുട്ടിയോ? അവള് കുട്ടിയൊന്നുമല്ല. കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവൾ തന്നെയാ. രാജു, അതാ പറഞ്ഞത്, നമുക്ക് ഒന്നും കൂടി അവളോട് സംസാരിക്കാന്ന്. നിനക്ക് നാണമില്ലേ? വെറുതെ എന്തിനാ അവളോടൊക്കെ കെഞ്ചുന്നേ? ട്രെയിനിൽ തലവയ്ക്കാനാണ് അവളുടെ തീരുമാനം. അവള് വെക്കട്ടെ. അല്ല, എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം കൂടി അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. വെറുതെ അവനവന്റെ അന്തസ് കളയല്ലേ. നീ എന്താന്ന് വെച്ചാ ചെയ്യ്. ഞാൻ സംസാരിക്കും.